എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹിയർ ദ സ്റ്റോറിയിലേക്ക് സ്വാഗതം. 1001 രാവുകളിലെ ഉമർ നുഅ്മാൻ്റെയും ഷേർഖാൻ്റെയും കഥ തുടരുന്നു. ഷേർഖാന് സന്തോഷമായി. എങ്കിലും ചോദിച്ചു, ഭവതിക്ക് മാതാപിതാക്കളെ വിട്ടു പിരിയുവാൻ വിഷമമില്ലേ? ഞാനുള്ളപ്പോൾ ഒരുത്തനും ഭവതിയെ ഉപദ്രവിക്കില്ല. എൻ്റെ മനക്ലേശം നീങ്ങി. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. എന്താണത്? നിങ്ങൾ സേനയുമായി ബാഗ്ദാദിലേക്ക് മടങ്ങണം. മാന്യ യുവതി, പിതാവ് ഉമർ അൽ നുഅ്മാൻ്റെ ആജ്ഞ അനുസരിച്ചാണ് വന്നത്. കോൺസ്റ്റാന്റിനോപ്പിളിലെ അഫ്രീദൂൻ സഹായത്തിന് അപേക്ഷിച്ചിരുന്നു. ഭവതിയുടെ പിതാവിനെ കീഴടക്കുകയാണ് എൻ്റെ ലക്ഷ്യം. അഫ്രീദുവിന് നാടുവാഴി കാഴ്ചവെക്കാൻ കൊണ്ടുവരുന്ന നിധി ഹർദൂബിൻ്റെ ആൾക്കാർ പിടിച്ചടക്കി. അതാണ് യുദ്ധത്തിൻ്റെ ഹേതു. അതൊന്നുമല്ല വാസ്തവം. ഉണ്ടായത് ഞാൻ പറഞ്ഞു തരാം. ഞങ്ങൾ ക്രിസ്ത്യാനികളായ ഗ്രീക്കുകാർ ഈ പള്ളിയിൽ ഒരു വാർഷികോത്സവം നടത്താറുണ്ട്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ അനവധി രാജാക്കന്മാരും പ്രഭുക്കന്മാരും കച്ചവടക്കാരും കുടുംബസമേതം എത്തുക പതിവാണ്. ഒരിക്കൽ അഫ്രീദൂൻ രാജാവിൻ്റെ പുത്രിയും ഉത്സവത്തിന് വന്നു. സഫിയ എന്നാണ് അവളുടെ പേര്. അവർ നിങ്ങളുടെ പിതാവ് ഉമർ അൽ നുഅ്മാൻ്റെ വെപ്പാട്ടിയാണിപ്പോൾ. അവൾക്ക് കുഞ്ഞുങ്ങൾ പിറന്നിട്ടുണ്ട്. ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ സഫിയയ്ക്ക് മടക്കയാത്ര കടലിൽ കൂടി വേണമെന്ന് മോഹം തോന്നി. അവരും കൂട്ടരും കപ്പലിൽ കയറി പുറപ്പെട്ടു. വഴിയിൽ വച്ച് കാഫൂർ ദ്വീപിൽ നിന്നും വരുന്ന കൊള്ളക്കാരുടെ കയ്യിൽപ്പെട്ടു. സഫിയയുടെ കപ്പൽ കൊള്ളക്കാർ പിടിച്ചടക്കി. അവർ സഫിയയെയും വേറെ 60 യുവതികളെയും എൻ്റെ പിതാവിന് കാഴ്ചവെച്ചു. കപ്പലിൽ നിന്ന് കിട്ടിയ ധനമെല്ലാം അവർ തന്നെ സൂക്ഷിച്ചു വെച്ചു. പിതാവ് ആ കൂട്ടത്തിൽ നിന്നും സുന്ദരികളായ 10 കന്യകകളെ തിരഞ്ഞെടുത്തു. അവരിൽ തന്നെ ഏറ്റവും മനോഹരികളായ 5 പേരെ ഉമർ അൽ നുഅ്മാന് സമ്മാനമായി അയച്ചു കൊടുത്തു. അഫ്രീദൂനിൻ്റെ പുത്രി സഫിയയാണ് ഇങ്ങനെ വിൽക്കപ്പെട്ടതും ഉമർ അൽ നുഅ്മാന് സമ്മാനിക്കപ്പെട്ടതും എന്ന വാസ്തവം ഞങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല. പിറ്റേ കൊല്ലം അഫ്രീദൂനിൻ്റെ ഒരു കത്ത് എൻ്റെ പിതാവിന് കിട്ടി. കഠിനമായ ആക്ഷേപവും താക്കീതുമായിരുന്നു ഉള്ളടക്കം. 2 വർഷം മുൻപ് നിങ്ങൾ 60 യുവതികളെ തടവുകാരാക്കി. എൻ്റെ പുത്രി സഫിയയും അതിൽപ്പെടും. ആ ധിക്കാരം ഞാൻ പൊറുക്കുകയില്ല. എൻ്റെ പുത്രിയെ യാതൊരു കേടും കൂടാതെ മടക്കി തന്നില്ലെങ്കിൽ ഫലം ചീത്തയായിരിക്കും. താമസിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ശിക്ഷ കഠിനമായിരിക്കും. എൻ്റെ പിതാവ് കുഴങ്ങി. ഇനി എന്ത് ചെയ്യുമെന്നാലോചിച്ച് വിഷണ്ണനായി. അദ്ദേഹം അഫ്രീദൂന് കത്തെഴുതി. തനിക്ക് പറ്റിയ അബദ്ധങ്ങൾ അതിലേറ്റു പറഞ്ഞിരുന്നു. അഫ്രീദൂനിൻ്റെ കോപം കത്തിക്കാളുകയാണുണ്ടായത്. ക്രിസ്ത്യൻ രാജാക്കന്മാരാണ് എൻ്റെ പുത്രിയെ വിവാഹം ചെയ്യുവാൻ കാംക്ഷിച്ചിരുന്നത്. എന്നിട്ട് അവളൊരു മുസൽമാൻ്റെ അടിമയാകേണ്ടി വന്നിരിക്കുന്നു. എൻ്റെ പ്രതികാരാഗ്നിയിൽ നിന്ന് ഹാർദൂബ് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഈ തീരുമാനത്തോടെയാണ് അഫ്രീദൂൻ രാജാവ് അങ്ങയുടെ പിതാവിന് സന്ദേശമയച്ചത്. ഇത് വഞ്ചനയാണ്. വിലപിടിച്ച കാഴ്ചദ്രവ്യങ്ങളുമായി ദൂതന്മാരെ അയച്ച് ഉമർ നുഅ്മാനെ വലയിൽ കുരുക്കാനാണ്. വാസ്തവത്തിൽ നിങ്ങളെ പടക്കളത്തിൽ അയച്ച് നശിപ്പിക്കുകയാണ് അഫ്രീദൂൻ രാജാവിൻ്റെ ലക്ഷ്യം. ആ 3 രത്നങ്ങളെക്കുറിച്ച് പറഞ്ഞില്ലേ? ആ രത്നങ്ങൾ എൻ്റെ പിതാവിൻ്റെ പക്കലുണ്ട്. സഫിയയെ തടവിലാക്കിയപ്പോൾ അവളിൽ നിന്നു കിട്ടിയതാണ് ആ രത്നങ്ങൾ. ആ രത്നങ്ങൾ ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഇനി ഒരു നിമിഷം പോലും നിൽക്കാതെ സൈന്യങ്ങളെയും കൊണ്ട് ബാഗ്ദാദിലേക്ക് മടങ്ങൂ. കോൺസ്റ്റാന്റിനോപ്പിളിലെ രാജാവിൻ്റെ വലയിൽ കുടുങ്ങരുത്. ഷേർഖാൻ ഇബ്രീസയുടെ കരം ഗ്രഹിച്ച് മമതയോടെ ചുംബിച്ചു. അല്ലാഹു ഞങ്ങളെ രക്ഷിച്ചു. പക്ഷേ എനിക്ക് ഭവതിയെ വിട്ടുപോകുവാൻ മനസ്സ് വരുന്നില്ല. ഇബ്രീസ, ഭവതി എൻ്റെ കൂടെ പോരൂ, ഷേർഖാൻ അപേക്ഷിച്ചു. അങ്ങ് ഉടനെ പുറപ്പെടണം. കാര്യങ്ങളുടെ വാസ്തവസ്ഥിതി അനുയായികളെ അറിയിക്കൂ. 3 ദിവസത്തിനകം ഞാൻ നിങ്ങളോടൊത്തു ചേരും. നമുക്കൊരുമിച്ച് ബാഗ്ദാദിലേക്ക് മടങ്ങാം. ഷേർഖാനും ഇബ്രീസയും താൽക്കാലിക വിരഹമോർത്ത് കണ്ണുനീർ വാർത്തു. ഷേർഖാൻ പുറപ്പെട്ടു. വഴിയിൽ വച്ച് ദൻഡാൻ എന്ന മുഖ്യമന്ത്രിയെയും 2 അമീറുകളെയും കണ്ടുമുട്ടി. അവർ ഷേർഖാനെ കാണാതെ അന്വേഷിച്ച് പുറപ്പെട്ടതാണ്. ഷേർഖാൻ തൻ്റെ അനുഭവങ്ങൾ വിവരിച്ച് കേൾപ്പിച്ചു.
അഫ്രീദൂന്റെ കാപട്യത്തെക്കുറിച്ചറിഞ്ഞ മന്ത്രിയും അമീറുകളും ഉടനെ തന്നെ പാളയത്തിലേക്ക് തിരിച്ചു. അപ്പോഴേക്കും അഫ്രീദൂന്റെ ദൂതന്മാർ പാളയത്തിൽ നിന്ന് അപ്രത്യക്ഷരായിട്ടുണ്ടായിരുന്നു. സൈന്യങ്ങൾക്ക് യാതൊരു കുഴപ്പവും സംഭവിച്ചിരുന്നില്ല. എല്ലാവരും ഉടനെ തന്നെ മടക്കയാത്ര ആരംഭിച്ചു. രാജ്യത്തിൻ്റെ അതിർത്തിയിൽ എത്തിയ സേനയ്ക്ക് ജനങ്ങൾ ഭക്ഷണം കൊടുത്തു. ഷേർഖാൻ മന്ത്രിയെയും സേനയെയും യാത്രയാക്കി. ഷേർഖാനും 160 അനുചരന്മാരും ആ താവളത്തിൽ ഒരു ദിവസം കൂടി വിശ്രമിച്ചു. പിറ്റേ ദിവസം ഷേർഖാനും സംഘവും യാത്രയാരംഭിച്ചു. 2 പാറകളുടെ മധ്യത്തിലെത്തിയപ്പോൾ ദൂരെ ഒരു പൊടിപടലം പൊങ്ങുന്നത് കണ്ടു. സായുധരായ 100 സൈനികർ പ്രത്യക്ഷപ്പെട്ടു. അവരുടെ നേതാവ് കൽപ്പിച്ചു, എല്ലാവരും തയ്യാറായി കൊള്ളുക. മേരിയെയും ജോണിനെയും പിടിച്ച് ഞങ്ങൾ സത്യം ചെയ്യുന്നു, നിങ്ങളെ കൊല്ലാതെ വിടില്ല. ക്രിസ്ത്യാനികളെ, നിങ്ങൾ അത്രയ്ക്കായോ? ഞങ്ങളുടെ പ്രവിശ്യയിൽ കടന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ തക്കവണ്ണം വളർന്നോ നിങ്ങൾ? ഷേർഖാൻ കുപിതനായി. 2 സംഘങ്ങളും തമ്മിൽ ഏറ്റുമുട്ടി. കുന്തവും കുന്തവും തമ്മിൽ, വാളും വാളും തമ്മിൽ, കുതിരയും കുതിരയും തമ്മിൽ. ഭീകരമായ സംഘട്ടനം. രാത്രിയായിട്ടും ആയുധങ്ങളുടെ ശബ്ദം നിലച്ചില്ല. ഇരുട്ടുകൊണ്ട് പരസ്പരം കാണാതായപ്പോൾ യുദ്ധം നിർത്തി 2 സംഘക്കാരും പിൻവാങ്ങി. ഷേർഖാൻ പറഞ്ഞു, കൂട്ടുകാരെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനവധി യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇത്രയും പരാക്രമികളായ പടയാളികളെ ഞാൻ കണ്ടിട്ടേയില്ല. ശരിയാണ്, ഏറ്റവും ധീരൻ അവരുടെ തലവനാണ്. അയാളുടെ ദയ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ പലരും രക്ഷപ്പെട്ടത്. ഷേർഖാൻ്റെ അനുചരന്മാർ പറഞ്ഞു. പ്രഭാതമായി. പ്രവാചകനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഷേർഖാൻ കുതിരപ്പുറത്ത് കയറി. ഷേർഖാൻ പടയാളികളോട് പറഞ്ഞു, ഞങ്ങൾ 100 പേർ, നിങ്ങളും 100 പേർ. നമുക്ക് പരസ്പരം പൊരുതാം, ഒരാൾ ഒരാളോട്. അങ്ങനെ ഷേർഖാൻ്റെ പടയാളികൾ ഓരോരുത്തരായി യുദ്ധത്തിന് മുന്നോട്ട് കുതിച്ചു. പക്ഷേ അവരെ എല്ലാവരെയും ക്രിസ്ത്യൻ പടയാളികൾ കീഴടക്കി, തടവുകാരാക്കി. അന്ന് 20 പടയാളികൾ അങ്ങനെ പൊരുതി പരാജയപ്പെട്ടു. പിറ്റേ ദിവസം ഷേർഖാൻ തന്നെ യുദ്ധത്തിന് പുറപ്പെട്ടു. ശത്രുസേനാധിപൻ 50 സൈനികരോടൊപ്പം ഷേർഖാൻ്റെ മുൻപിലെത്തി. ആ 50 പേരും നടക്കുകയായിരുന്നു. തലവൻ മാത്രം കുതിരപ്പുറത്ത്. നീല മേലങ്കി ധരിച്ച അയാളുടെ കയ്യിൽ മിന്നിത്തിളങ്ങുന്ന ഇരുമ്പ് വാളുണ്ടായിരുന്നു. കറുത്ത കുതിരയുടെ പുറത്ത് കയറി വരുന്ന ആ യുവാവ് വളരെ സുമുഖനായിരുന്നു. ശ്മശ്രുക്കൾ തീരെയില്ലാത്ത തുടുത്ത കവിൾത്തടങ്ങളിലേക്ക് ഷേർഖാൻ സൂക്ഷിച്ചു നോക്കി. ആ യുവാവ് ഷേർഖാനോട് പറഞ്ഞു, ഷേർഖാൻ, യുദ്ധത്തിനൊരുങ്ങിക്കൊള്ളുക. നമ്മൾ 2 പേരും നേതാക്കന്മാരാണ്. ഷേർഖാൻ തല്ലേറ്റ സിംഹത്തെ പോലെ രണഭൂമിയിലേക്ക് കുതിച്ചു. ആ വീരനായകന്മാർ 2 പർവ്വതങ്ങൾ പോലെ കൂട്ടിമുട്ടി. 2 വൻ കടലുകൾ പോലെ ഏറ്റുമുട്ടി. രാത്രിയാവുന്നതുവരെ അവർ പടവെട്ടി. 2-ാം ദിവസവും അവർ ഇരുളും വരെ ഉഗ്രമായി പൊരുതി. 3-ാം ദിവസം ക്രിസ്ത്യൻ പടത്തലവൻ തോറ്റ് നിലംപറ്റി. ഷേർഖാൻ തൻ്റെ വാൾ എതിരാളിയുടെ നെഞ്ചിലേക്ക് ആഴ്ത്താൻ തുടങ്ങിയപ്പോൾ പരാജയം നടിച്ചു വീണ ആ ക്രിസ്ത്യാനി ചോദിച്ചു, ഇതാണോ യോദ്ധാവിൻ്റെ മുറ? ഇങ്ങനെയാണോ ഒരു സ്ത്രീയോട് പെരുമാറുന്നത്? അപ്പോഴാണ് ഷേർഖാന് ആളെ മനസ്സിലായത്. അയാൾ വാൾ വലിച്ചെറിഞ്ഞ് അവരുടെ കാൽക്കൽ കുമ്പിട്ടു. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? ഷേർഖാൻ്റെ ചോദ്യം കേട്ട് ഇബ്രീസ പറഞ്ഞു, ഞാൻ അങ്ങയുടെ ധീരത പരീക്ഷിച്ചതാണ്. കൂടെയുള്ള പടയാളികൾ എൻ്റെ തോഴിമാരാണ്. ഷേർഖാൻ തങ്ങളെ വീണ്ടും യോജിപ്പിച്ച ദൈവത്തോട് നന്ദി പറഞ്ഞു. ഷേർഖാൻ്റെ അപേക്ഷ പ്രകാരം ഇബ്രീസയും തോഴിമാരും സൈനിക വേഷം മാറ്റി ഗ്രീസിലെ സ്ത്രീകളുടെ ഉടയാടകൾ ധരിച്ചു. ഷേർഖാൻ തങ്ങളുടെ വരവറിയിക്കാൻ കൊട്ടാരത്തിലേക്ക് ദൂതനെ അയച്ചു. മന്ത്രിയും അനുചരന്മാരും ഷേർഖാനെ സ്വീകരിക്കാനെത്തി. രാജധാനിയിലെത്തിയപ്പോൾ ഉമറൽ നുഅ്മാൻ വീരപുത്രനെ ആശ്ലേഷിച്ച് വിവരങ്ങൾ ആരാഞ്ഞു. ഷേർഖാൻ തനിക്കുണ്ടായ അനുഭവങ്ങളെല്ലാം വിവരിച്ച് കേൾപ്പിച്ചു. കോൺസ്റ്റാന്റിനോപ്പിളിലെ അഫ്രീദൂൻ്റെ വഞ്ചന നുഅ്മാനെ ക്രോധാവിഷ്ടനാക്കി. ഇബ്രീസയുടെ സൗന്ദര്യത്തെയും പരാക്രമത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞു കേട്ടപ്പോൾ നുഅ്മാന് അവളെ കാണാൻ തിടുക്കമായി.
അദ്ദേഹം പ്രായം കൊണ്ട് വൃദ്ധനായിരുന്നെങ്കിലും യുവാവിനെ പോലെ ആരോഗ്യവാനായിരുന്നു. ആ രാജാവിന് ഇബ്രീസയോടും തോഴിമാരോടും രമിക്കുവാൻ ആഗ്രഹം തോന്നിത്തുടങ്ങിയിരുന്നു. അടുത്ത ഭാഗം നാളെ.